ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? എനർജി വാല്യൂ ഓഫ് ഫുഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വീക്കിനുള്ളിൽ എന്ത് കംപ്ലീറ്റ് ചെയ്യും? ബയോ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തിരിക്കും. ആ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിവിഷനും ഒക്കെ വേണ്ടേ? അപ്പോൾ അതിനുള്ള ടൈമാണ്. അപ്പോൾ ഡിസംബർ എൻഡോടുകൂടി നമ്മുടെ സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഓടേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 3/12 ഇന്നാണ് നമ്മൾ എനർജി വാല്യൂ ഓഫ് ഫുഡ്സ് നോക്കുന്നുള്ളത്. അതിനുശേഷം 4/12 നമ്മൾ 2 വീഡിയോ ഇടും കേട്ടോ. 4/12 2 വീഡിയോയും കണ്ടു നിങ്ങൾ ഉറപ്പ് വരുത്തണേ. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എനർജി എക്സ്പെൻഡിച്ചർ. നിങ്ങൾക്ക് ബയോ കെമിസ്ട്രി മൊഡ്യൂൾ എടുത്താൽ ഇത് കാണാൻ പറ്റും കേട്ടോ. എനർജി എക്സ്പെൻഡിച്ചർ ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, RDA, അതുപോലെ തന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ ഓഫ് ഫുഡ്സ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് ഫോർമുലേഷൻ. അതിൻ്റെ കൂടെ തന്നെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. സെക്കൻഡ് വീഡിയോ ഒക്കെ അകത്ത് വരിക ക്രൊമാറ്റോഗ്രഫിയാണ്. കുറച്ച് ആൾക്കാർ ക്രൊമാറ്റോഗ്രഫീൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ക്രൊമാറ്റോഗ്രഫി നിങ്ങൾക്ക് കാണുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണുക. അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറേഷൻ ഓഫ് ഫുഡ്, പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്. അതിന് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, എന്താണ് ടൈപ്സും കൊടുത്തിട്ടുണ്ട്. കോളം പഠിക്കണം, പേപ്പർ പഠിക്കണം, TLC വേണം, HPLC വേണം, അതുപോലെ തന്നെ GC വേണം. ഇത് നമ്മൾ എങ്ങനെയായാലും നാളെ രാത്രി ചെയ്യാൻ ശ്രമിക്കും. നാളെ കൊണ്ട് ഇത് തീർക്കും കേട്ടോ. പിന്നെ നമ്മൾ 5-ാം തീയതി ഏതാണെന്ന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ഏതാണെന്ന് വരിക, 5-ാം തീയതി വരിക. അതിനകത്ത് IR, UV, MS, AAS, അറ്റോമിക് അഡ്സോപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം 6/12 നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് അനാലിസിസ് ചെയ്യും. ഏതാണ് ഫുഡ് അനാലിസിസ്? 6/12 ചെയ്യും. പിന്നെ 7/12 നമ്മൾ ഫുഡ് അഡൾട്ടറേഷൻ ചെയ്യും. എന്ത് ചെയ്യും? ഫുഡ് അഡൾട്ടറേഷൻ ചെയ്യും. പിന്നെ വരുന്നത് 8-ാം തീയതിയാണ്. ഏതെങ്കിലും ബാക്കി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് വിട്ടുപോയിട്ടുണ്ടോ, കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ, ബാക്കി മറ്റായിട്ടുണ്ടെങ്കിൽ ഈ 8-ാം തീയതിക്കുള്ളിൽ ഇടും. അതിൻ്റെ കൂടെ തന്നെ ഓയിൽസ് ആൻഡ് ഫാറ്റ്സും കൂടി അന്നിടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീക്കിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീക്കോടുകൂടി നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യും? ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വെറ്ററിനറി സയൻസ് ആണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി ഫുഡ് സയൻസ് ആവശ്യപ്പെട്ടിരുന്നു, അത് ഞാൻ ചെയ്തു തരാം. വെറ്ററിനറി സയൻസ് ഒരു കുഞ്ഞു മൊഡ്യൂളാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു മൊഡ്യൂൾ കൂടി ആയതുകൊണ്ടാണ് അത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബയോകെമിസ്ട്രീൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആവശ്യമാണെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ അത് ഓരോ ദിവസമായിട്ട് ഞാനത് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇനി അടുത്തത് ഏതാണ് നമുക്ക് വേണ്ടത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, വെറ്ററിനറി സയൻസാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ഇതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആവശ്യമാണെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്തു തരും. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കുന്നത്? എനർജി വാല്യൂ ഓഫ് ഫുഡ്സ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി കോഷ്യൻ്റ്, അതുപോലെ തന്നെ BMR, ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അതിന് കൂടെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനർജി മെറ്റബോളിസം ഡ്യൂറിങ് വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനർജി വാല്യൂ ഓഫ് ഫുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഇതല്ലേ ടോപ്പിക്ക്. എനർജി വാല്യൂ ഓഫ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കണ്ടൻറ്റ് ഓഫ് ഫുഡ്സ്, അതായത് ഒരു ഫുഡിനകത്ത് എത്ര എനർജി കണ്ടൻറ്റ് ചെയ്തിരിക്കുന്നു അതാണ് അതിൻ്റെ വാല്യൂ. അല്ലെ, ഒരു പൈസേൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? അതിനകത്ത് അത് എത്ര മണിയാണ്, അത് എത്ര രൂപയാണ്, അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു ഫുഡിനകത്തും എത്ര എനർജി അടങ്ങിയിരിക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനർജി കണ്ടൻറ്റ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരാണ് കലോറിഫിക് വാല്യൂ. എന്താണ് നമ്മുടെ ഈ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കലോറീസിലും പറയാറുണ്ട് അല്ലേ, ഇത്ര കലോറിയാണത്, അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ കലോറീസിലും പറയാറുണ്ട്. അതുപോലെ തന്നെ ജൂൾ അല്ലേ, എനർജീൻ്റെ ഒരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടേംസിലാണ് നമ്മൾ എനർജീനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനർജി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എനർജി കണ്ടൻറ്റ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് ഈസ് മെഷേർഡ് ഇൻ കലോറീസ്. ഓക്കെ, കലോറിഫിക് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലോറീസിൽ തന്നെ മെഷർ ചെയ്യണം. ഓക്കെ, എനർജി വാല്യൂ അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ അതെന്താണ്? കലോറീസിലാണ് അല്ലേ. ഫുഡിനകത്തുള്ള എനർജി നമ്മൾ കലോറീസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ 1 കലോറി എന്ന് വെച്ചാൽ എത്രയാണ്? എന്താണ് 1 കലോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? 1 കലോറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. അതായത് 1 gram വാട്ടർ എടുത്തിട്ട് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius, ഒരു 1 gram വാട്ടർ എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ 1 degree Celsius റേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ള ആ ഒരു
ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 1 കലോറി എന്ന് പറയുന്നത്. സോ 1 കലോറി ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. ഇതെന്ന് പറയുന്നത് ചെറിയൊരു യൂണിറ്റ് ആണ്. എന്താണ് ഈ നമ്മുടെ കലോറി എന്ന് പറയുന്നത് ചെറിയൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? കിലോ കലോറി ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇതാണ് 1000 കലോറീസ് ആണ് കേട്ടോ. ഒരു കലോറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ കിലോ കലോറീസിലാണ് എക്സ്പ്രസ് ചെയ്യുക. കിലോ കലോറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് 1000 grams ആണ്. അതുപോലെ തന്നെ കിലോ കലോറി എന്ന് പറയുമ്പോൾ ഇവിടെ 1000 കലോറീസ് ആണ്. ഇനി ഒരു കിലോ കലോറി എടുക്കുകയാണെങ്കിൽ അത് ജൂൾസുമായിട്ട് നോക്കുമ്പോൾ ഒരു കിലോ കലോറിയാണ് കേട്ടോ ഇത്. അത് ജൂൾസുമായിട്ട് നോക്കുമ്പോൾ 4.2 ജൂൾസ് എന്ന് പറയും. ജൂൾസും എനർജീൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ജൂളും എന്ന് പറയുന്നത് ഒരു എനർജീൻ്റെ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ 4.2 എന്നും പറയാം, അതുപോലെ തന്നെ 4.128 എന്നും പറയാം. ഇത് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് 4.2 ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോ കലോറി എന്ന് പറഞ്ഞാൽ എത്ര കിലോ ജൂൾസ് ആണ് കേട്ടോ. ഇത് കിലോ ജൂൾസ് ആണ്. 4.128 കിലോ ജൂൾസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 4.2 കിലോ ജൂൾസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എനർജി വാല്യൂ എന്ന് വെച്ചാൽ എത്ര എനർജി ആ ഫുഡിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അതിനെ നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് കൂടെ അറിയപ്പെടും. അപ്പോൾ എനർജി കണ്ടന്റ് ഓഫ് ദ ഫുഡ് ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ കലോറീസ് ആണ് കലോറിഫിക് വാല്യൂ ആയിട്ട് വരുന്നുള്ളത്. എനർജീൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു കലോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. അപ്പോൾ ഒരു 1 degree Celsius ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടി 1 gram വാട്ടറിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 1 കലോറി എന്ന് പറയുന്നത്. ഈ കലോറി ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എന്തായി കിലോ കലോറി എടുത്തു. അത് 1000 കലോറീസിലാണ് സാധാരണ നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. ഇനി 1 കിലോ കലോറീസും ജൂളും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ 4.128 കിലോ ജൂളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ജൂളായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലോറിഫിക് വാല്യൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹീറ്റ് റിലീസ്ഡ് ബൈ ദ ടോട്ടൽ കമ്പഷൻ ഓഫ് ഫുഡ് ഇൻ എ കലോറിമീറ്റർ. നമുക്കൊരു കലോറിമീറ്റർ ഉണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് കലോറിമീറ്റർ ആണ്. കലോറിമീറ്റർ ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ കലോറിഫിക് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഹീറ്റ് റിലീസ്ഡ്. നമ്മുടെ ഫുഡിൻ്റെ ഹീറ്റ് റിലീസ്ഡ് ഫ്രം ദ കമ്പഷൻ ഓഫ് ഫുഡ് ഇൻ കലോറിമീറ്റർ. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന കലോറിമീറ്റർ വെച്ചിട്ടാണ് എന്താണ് കലോറീസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഫുഡ് എടുക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അല്ലെ ലിപ്പിഡ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഫുഡിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെയും അതുപോലെ തന്നെ ഫാറ്റ്സിനെയും എടുക്കുകയാണെങ്കിൽ, ഇതാണ് കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റ്സിനെയും എടുക്കുകയാണെങ്കിൽ ഇവർ കംപ്ലീറ്റ്ലി എന്താവും? ഓക്സിഡൈസ്ഡ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. എന്താണ് ഇവർ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. നമ്മളെ ഫുഡിൻ്റെ കമ്പഷൻ കഴിയുമ്പോഴേക്കും നമ്മളെ ഫുഡ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡിൻ്റെയും അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയ ഫുഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തും അതുപോലെ തന്നെ നമ്മൾ കലോറിമീറ്റർ വെച്ച് മെഷർ ചെയ്താലും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനകത്തും വാല്യൂസ് സെയിം തന്നെയാണ് കിട്ടുക. പക്ഷേ പ്രോട്ടീൻ്റെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവർ കംപ്ലീറ്റ്ലി ബേൺഡ് ആവുന്നില്ല, കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നില്ല. അവരെന്തായിട്ട് മാറുന്നു? യൂറിയയും അതുപോലെ തന്നെ അമോണിയ, ക്രിയാറ്റിനിൻ എന്നുപോലുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിലും അതുപോലെ തന്നെ നമ്മുടെ കലോറിമീറ്ററിലും കിട്ടുന്ന വാല്യൂസ് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരുന്നു, ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ കലോറിഫിക് വാല്യൂ ഓഫ് പ്രോട്ടീൻ ഇൻ ദ ബോഡി ഈസ് ലെസ് ദാൻ ദാറ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ബോം കലോറിമീറ്റർ. അപ്പോൾ കലോറിമീറ്ററും ബോം കലോറിമീറ്ററും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബോം കലോറിമീറ്ററിൽ നമുക്ക് ഹയർ വാല്യൂ കിട്ടും, പക്ഷേ ഇതിനകത്ത് ബോഡിക്കകത്ത് ചെറിയ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനി വിറ്റാമിൻസും മിനറൽസും ആണ് മറ്റൊരു കാറ്റഗറി അല്ലേ. വിറ്റാമിൻസും മിനറൽസിനും കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് കലോറിഫിക് വാല്യൂവേ ഇല്ല. കലോറിഫിക് വാല്യൂവേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കലോറിഫിക് വാല്യൂ നോക്കിക്കോ. അതൊരു 4 ആണ് കേട്ടോ. 4 ആണ് വരിക. 4 ആണ്. ഫാറ്റിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ 9 പഠിച്ചു വെച്ചോ. 9.4 കണ്ടാലും 9 കണ്ടാലും എഴുതിക്കോ കേട്ടോ. 4 9 വെച്ചോ. പിന്നെ പ്രോട്ടീൻ്റെ കേസിൽ എത്രയാണ് ഞാൻ പറഞ്ഞത്?
നമ്മളെ ബോം കലോറിമീറ്ററിനകത്തെങ്കിൽ 5.4 വരും. ബോഡിയിൽ കുറച്ച് കുറവല്ലേ, 4 ആണ് വരിക. പിന്നെ ആൽക്കഹോളിൻ്റെ കൂടി ഒന്ന് നോക്കി വെച്ചോ, 7.1 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളെ ബോഡിക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ കലോറിമീറ്റർ വെച്ചിട്ടാണ് അതിൻ്റെ കലോറീസ് മെഷർ ചെയ്യുക. അപ്പോൾ കലോറിമീറ്ററിനകത്ത് എന്താ ചെയ്യുന്നുള്ളത്, അവർ ആ കലോറിമീറ്ററിനകത്ത് നമ്മളെ ഫുഡിൻ്റെ കമ്പഷന് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അങ്ങനെ ഓരോരോ കോമ്പൗണ്ട്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബോഡിയിൽ നമ്മൾ മെഷർ ചെയ്താലും കലോറിമീറ്ററിൽ മെഷർ ചെയ്താലും കലോറിഫിക് വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ പ്രോട്ടീൻ്റെ കേസിൽ അങ്ങനെയല്ല, അവർ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കമ്പഷൻ നടക്കുന്നില്ല, കംപ്ലീറ്റ്ലി ബേൺ ആവുന്നില്ല. അവരെന്തായിട്ട് മാറുന്നു, യൂറിയ, അമോണിയ, ക്രിയാറ്റിൻ പോലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിയിൽ നോക്കിയാലും കലോറിമീറ്ററിൽ നോക്കിയാലും ചെറിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കലോറിമീറ്ററിൽ നോക്കുമ്പോൾ 5.4 അല്ലാണ്ട് 4 ആണ് വരിക. ബോഡിക്കകത്ത് 4 5.4 ആണ് കലോറിമീറ്ററിനകത്ത് വരിക. പിന്നെ വിറ്റാമിൻസും മിനറൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് കലോറിഫിക് വാല്യൂയേ ഇല്ല, അതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ ആൽക്കഹോളിൻ്റെ കലോറിഫിക് വാല്യൂ ഒന്ന് പഠിച്ചു വെക്കുക, അത് എത്രയാണ്, 7 ആണ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്, 7 ആണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇതൊരു 4.14 എന്നൊക്കെ കണ്ടെഴുതിക്കൊള്ളുക. ഫാറ്റിൻ്റെത് 9 ആണ്. അപ്പോൾ എത്രയാണ് പറഞ്ഞത്, ഏതൊക്കെ വാല്യൂസാണ് പറഞ്ഞത്, ഫാറ്റിൻ്റെത് 9 ആണ്, മറന്നു പോകരുത്. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്, അവരത് രണ്ടിലും 4.1 ഒക്കെയാണ്, അടുത്തടുത്ത വാല്യൂസാണ് വരിക. അപ്പോൾ ഫാറ്റ് 9, കാർബോഹൈഡ്രേറ്റ് 4, അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ 5.4 അതുപോലെ തന്നെ 4, പിന്നെ ആൽക്കഹോളാണ് പറഞ്ഞത്, അവരെത്രയായിരുന്നു, 7 ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മൊഡ്യൂളിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വിടുക കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇത്രയും പഠിക്കാനുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി പഠിച്ച് വന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനർജി വാല്യൂ ഓഫ് ഫുഡ്സ്, എനർജി എക്സ്പെൻഡിച്ചർ അല്ല, എനർജി വാല്യൂ ഓഫ് ഫുഡ്സ് ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി റെസ്പിറേറ്ററി ക്വഷ്യൻ്റ് ആണ്. റെസ്പിറേറ്ററി ക്വഷ്യൻ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ്, അതായത് നമ്മുടെ ഫോമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. നമ്മൾ എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ റേഷ്യോ ആണ് ശരിക്കും എന്ന് പറയുന്നത് റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്, ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു അതാണ് മേലെ വരിക, താഴെ എത്രത്തോളം ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്തു. ഓക്കെ, നമ്മളെ ബോഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിജൻ മേലെ വരുന്നു, എന്ത് താഴെ വരുന്നു, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മേലെ വരുന്നു, ഓക്സിജൻ താഴെ വരുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എന്ത് പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ വാല്യൂ എപ്പോഴും RQ എന്ന് പറയുന്നത്, റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു നിയർ ടു 1 ആയിരിക്കും. എപ്പോഴും നിയർ ടു 1 ആയിരിക്കും. ഈ രണ്ട് റേഷ്യോ തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അവരുടെ വാല്യൂ ഓഫ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ 6/6 അങ്ങനെ 1 ഒക്കെയാണ് അവർക്ക് പ്രധാനമായിട്ടും വരുന്നുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ അതാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കേസ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫാറ്റ്സ് അവർ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ അവരുടെ വാല്യൂ എപ്പോഴും നിയർ ടു 1 ആയിരിക്കും. നമ്മൾ ഫാറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് ലോവർ ഉണ്ടാവുക, റെസ്പിറേറ്ററി കോഷ്യൻ്റ് ആണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ ലോ ഓക്സിജൻ കണ്ടൻ്റ് ആണ് ഉള്ളത്. ലോ ഓക്സിജൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എന്തുണ്ടാവുന്നുള്ളത്, ഒരു ലോവർ റെസ്പിറേറ്ററി കോഷ്യൻ്റ് കിട്ടുന്നുള്ളത്. ഓക്കെ, ഫാറ്റ്സ് റിക്വയർ മോർ ഓക്സിജൻ ഫോർ കാർബൺ ഡൈ ഓക്സിഡേഷൻ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇവർക്ക് ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അധികം ഓക്സിജൻ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് RQ എപ്പോഴും എത്രയായിരിക്കും, ലോവർ അതായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0.7 ആണ് ഏതിൻ്റെത്, സ്റ്റിയറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെത്. ഓക്കെ, സ്റ്റിയറിൻ എന്ന് പറയുന്നത് അതായത് 1ൽ താഴെ ആയിരിക്കും, ലോവർ ആയിരിക്കും. ഇനി പ്രോട്ടീൻസിൻ്റെ ആണെങ്കിലോ ഇതുപോലെ തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ പോലെ 1 ആയിട്ടൊന്നും വരില്ല. ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ പലതരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിൻ, ഗ്ലോബിൻ, അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെയധികം വാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു റൗണ്ട് ഓഫ് ചെയ്ത് പറയുകയാണെങ്കിൽ 0.8 ഒക്കെയാണ് വരിക.
അപ്പോൾ 1 ആണ് ഏതിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ്റെ 0.8 ആണ്, ഫാറ്റ്സിൻ്റെത് 0.7 ആണ്, ലോവറാണ്. പ്രോട്ടീനും ഫാറ്റും ലോവറാണ്, കാർബോഹൈഡ്രേറ്റ്സ് എപ്പോഴും എന്താണ്, ഈക്വൽ ആണ്. പിന്നെ ആൽക്കഹോളിൻ്റെ നോക്കുകയാണെങ്കിൽ 0.6 ആണ്. ആൽക്കഹോളിൻ്റെ നോക്കുകയാണെങ്കിൽ 0.6 ആണ്. എനർജി എക്സ്പെൻഡിച്ചർ നമ്മൾ എത്രയാണ് പറഞ്ഞത്, ഫാറ്റിൻ്റെ കേസിൽ 9 പറഞ്ഞു, പ്രോട്ടീന് 5.4ഉം 4ഉം പറഞ്ഞു, ആൽക്കഹോൾ 7 പറഞ്ഞത്, കാർബോഹൈഡ്രേറ്റ് 4 പറഞ്ഞത്. ഇനി നമ്മളൊരു മിക്സ്ഡ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡയറ്റിനകത്ത് നമ്മൾ പ്രോട്ടീനും വ്യത്യാസമായിട്ടും അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ മിക്സ്ഡ് ഡയറ്റിനകത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്രത്തോളം ഫാറ്റ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് മിക്സ്ഡ് ഡയറ്റിനകത്ത് പറയുക. സാധാരണ നമ്മളൊരു മീൽ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് 0.8 ആണ് വരിക. എന്താണ്, സാധാരണ ഒരു മീറ്റ് ആണെങ്കിൽ അത് 0.8 ആണ് വരിക. എന്തുകൊണ്ടാണ് 1 വരാത്തത്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് വരിക, കാർബോഹൈഡ്രേറ്റ് 1 ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, റെസ്പിറേറ്ററി കോഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്. അത് സിമ്പിളായിരുന്നു. എന്താണ്, എത്രത്തോളം ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, അതുപോലെ തന്നെ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് രണ്ടും എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ ഓക്സിജൻ ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അത് കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ അതെപ്പോഴും എന്താണ്, 1 ആണ്. അവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഫാറ്റിൻ്റെ കേസിലും കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ ലോവർ RQ ആണ്. എന്തുകൊണ്ടാണ്, അവർക്ക് ഓക്സിജൻ കണ്ടൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ്റെ കേസിൽ അവർ ഒരുപാട് ഓക്സിജൻ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1-നേക്കാളും കുറവായിരിക്കും. പിന്നെ പ്രോട്ടീൻ്റെ കേസിലാണെങ്കിൽ അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോ പ്രോട്ടീനും ഒരുപോലെയാണ്, എങ്കിലും അവരുടെ ഒരു അറൗണ്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.8 ആണ് വരിക. പിന്നെ ആൽക്കഹോളിൻ്റെ 0.6 ആണ്. പിന്നെ നമ്മളൊരു മിക്സ്ഡ് ഡയറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു നോർമൽ ഡയറ്റിനകത്ത് എത്ര വരിക, 0.8 ആണ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെസ്പിറേറ്ററി കോഷ്യൻ്റെ കാൽക്കുലേഷൻ, അതായത് ജസ്റ്റ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ എന്താണ് റെസ്പിറേറ്ററി കോഷ്യൻ്റെ കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അല്ലേ. ഇത്ര മാത്രം പഠിച്ചാൽ പോരല്ലോ, അവർ സെൻറ്റൻസ് തന്നു എന്ന് വെച്ചിട്ട് അല്ല, ഒരു ലൈൻ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിനേക്കാളും കൂടുതൽ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ, ആദ്യം നമ്മളൊരു ഡയറ്റ് കഴിക്കുകയാണ്. ആ ഡയറ്റ് കഴിച്ചപാട് തന്നെ, അതായത് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ മീൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും ഫസ്റ്റ് നമ്മളെ ബോഡിക്കകത്ത് മെറ്റബോളൈസ് ചെയ്യുക. എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് ഫസ്റ്റ് മെറ്റബോളൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അപ്പോൾ RQ എത്രയായിരിക്കും, 1 ആയിരിക്കും. എന്താണ്, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെ, മീൽ കൺസ്യൂം ചെയ്തു, എന്താണ് ആഫ്റ്റർ എ മീൽ നമ്മൾ നോക്കുകയാണ്. ഏതാ നോക്കുന്നുള്ളത്, RQ ആണ് കേട്ടോ. RQ നമ്മൾ നോക്കുമ്പോൾ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ മീൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റിൽ മെറ്റബോളൈസ് ചെയ്യുന്ന ആൾ കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് നമുക്ക് കിട്ടും, RQ 1 ആയിട്ട് കിട്ടും. പിന്നെ ഒരു 8 to 10 hours നമ്മൾ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്താണ്, 8 to 10 hours കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാറ്റ് മെറ്റബോളിസം ഒക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ അതൊരു 0.7 ഒക്കെ ആവും. ഓക്കെ, എന്താണ് 8 to 10 hours ആയിട്ട് നോക്കുമ്പോൾ ഈ ഇതെന്ന് പറയുന്നത് ഈ 1-ൽ നിന്ന് കുറയും. കാരണം അപ്പോഴാണ് നമ്മുടെ പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റൊക്കെ അവിടെ ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ്, നമ്മുടെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ഒരു നിയർ ടു 0.7 ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ് മാത്രമേ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അവരുടെ ബോഡിക്കകത്ത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആഫ്റ്റർ മീൽ ഈ RQ1 കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു 8-10 മണിക്കൂർ ആകുമ്പോഴേക്കും ഈ പറഞ്ഞിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയൊക്കെ മൊത്തം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും, എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ അവിടെ കുറയും. എന്നിട്ട് ആര് വരും, ഫാറ്റൊക്കെയാണ് പിന്നെ വരും. അപ്പോൾ 0.7 ആവും. ഇനി ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കേസിലോ അവർക്കും അങ്ങനെ തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് മാത്രമേ അവർ യൂട്ടിലൈസ് ചെയ്യുകയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ അവിടെ ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ബോഡിക്കകത്ത് അതില്ലല്ലോ. അപ്പോൾ ഇൻസുലിൻ അവിടെ കുറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ ബോഡിക്കകത്ത് എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ യൂട്ടിലൈസേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ RQ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം എന്തായിരിക്കും, 0.7 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് റെസ്പിറേറ്ററി കോഷ്യനെ കുറിച്ചും അതുപോലെ തന്നെ എനർജി വാല്യൂ ഓഫ് ഫുഡ്സിനെ കുറിച്ചും പറയാനുള്ളത്. ഒന്നും പറഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിച്ചപാട് കാർബോഹൈഡ്രേറ്റ് ആണ് പെട്ടെന്ന് മെറ്റബോളൈസ് ചെയ്യുക, അപ്പോൾ RQ 1 ആയിരിക്കും. പിന്നെ ഒരു 8-10 മണിക്കൂർ ആകുമ്പോഴൊക്കെയാണ് ഫാറ്റിൻ്റെ ഒക്കെ മെറ്റബോളൈസേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോഴത്തേക്കും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് 0.7 ഒക്കെ ആയിട്ട് കുറയും. അതുപോലെ തന്നെ നമ്മളെന്താ പറഞ്ഞത്, ഡയബറ്റീസ് മെലിറ്റസ് അല്ലേ, ആ കേസിൽ അവരിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും RQ 0.7 ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിനകത്ത് RQ-നകത്തും അതുപോലെ തന്നെ ഈ എനർജി വാല്യൂവിനകത്തും പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് BMR എന്ന് പറയുന്ന ഒരു സാധനം കാണാം അല്ലേ. BMR എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്
അപ്പോൾ അതെന്തിനകത്താണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഈ എനർജിയൊക്കെ എടുത്തു അല്ലേ, എനർജിയൊക്കെ നമ്മുടെ ബോഡിക്കകത്ത് കയറി അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ, അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ബോഡി അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടത്? സോ നമ്മൾ എന്തിനാണ് നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്നുള്ളത്? ഫ്യൂവൽ ഡിമാൻഡാണല്ലേ. നമ്മളെ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? പെട്രോളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഡീസലൊക്കെ കൊടുക്കുന്നുണ്ട്, ഫ്യൂവൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള ഫ്യൂവലാണെന്ത്? എനർജി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്യൂവൽ യൂസ് ചെയ്യുന്നുള്ളത്? ഒന്ന് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. പിന്നെ SDA എന്ന് പറയും. എന്താണ് സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ. പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എനർജി യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് 3 പ്രോസസ്സാണ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുള്ളത്. ഒന്ന് ബേസൽ മെറ്റബോളിക് റേറ്റ്, പിന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, പിന്നെ എന്താണ് ഇതൊന്നും കൂടാണ്ട് ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ്റെ കേസിലാണ്. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ഗ്രോയിങ് പീരീഡിലാണെങ്കിലോ, ഇപ്പോൾ നമ്മൾ ടീനേജേഴ്സൊക്കെ നല്ല ഗ്രോത്ത് നടക്കുന്ന ഒരു ടൈമല്ലേ, അപ്പോൾ ഗ്രോത്ത് പീരീഡിലാണെങ്കിലോ അവർക്ക് എക്സ്ട്രാ എനർജി വേണം കേട്ടോ. അതുപോലെ തന്നെ ലാക്ടേഷൻ്റെ ടൈമിൽ, ഈ ടൈമിലൊക്കെ അഡീഷണൽ എനർജി ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അല്ലെ പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? അവർക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. അവരുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. അതുകൊണ്ട് ലാക്ടേഷൻ്റെ ടൈമിലും അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ ടൈമിലും ആ സമയത്ത് നല്ല ഭക്ഷണം കഴിച്ചാലേ നല്ല ഗ്രോത്തൊക്കെ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ സാധാരണ എന്താണ് BMRഉം അതുപോലെ തന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷനും ഫിസിക്കൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ്. പിന്നെ അഡീഷണൽ എനർജി ആവശ്യമാവുന്ന കേസാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രഗ്നൻസിയും ലാക്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് പീരീഡിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ BMRനെ എടുക്കുകയാണെങ്കിൽ BMR ആണ് ഏറ്റവും കൂടുതൽ എനർജി കൊണ്ടുവന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് 100% ഉള്ള എനർജി 100% ആയിട്ട് കരുതുക. അതിനകത്തുനിന്നും 70% ആരും ഉണ്ടാവും? BMR ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്ര കൊണ്ടുപോകും? ഒരു 20% കൊണ്ടുപോകും. പിന്നെ സ്പെസിഫിക് ഡൈനാമിക് ആക്ഷൻ എത്ര കൊണ്ടുപോകും? 10% കൊണ്ടുപോകും. കണ്ടില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നത് BMRനാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു 20% വരുന്നുള്ളൂ. പിന്നെ SDA 10% വരും. ഇതാണ് നമ്മുടെ എനർജി നമ്മുടെ ബോഡിക്കകത്ത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് BMRനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. അപ്പോൾ ഇത് പറയാണ്ട് നമ്മൾ BMRനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി BMR എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഫുൾ ഫോം എന്തായിരുന്നു? ബേസൽ മെറ്റബോളിക് റേറ്റ്. എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ്? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ആർക്ക് വേണ്ടത്? റിക്വയർഡ് ബൈ ദ ബോഡി ടു മെയിൻറ്റെയിൻ ലൈഫ് at complete physical and mental rest. എന്നാണ് നമ്മൾ മൊത്തം ഫിസിക്കലും മെൻ്റലായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ ഒരു പണി എടുക്കുന്നില്ല. ആ സമയത്ത് നമ്മളെ ബോഡിക്കകത്ത് ഒരുപാട് വർക്ക് നടക്കുന്നില്ലേ. നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചിട്ട് നമ്മളെ ബോഡിക്കകത്തുള്ള ഹാർട്ട് അതുപോലെ തന്നെ ലങ്സ് ഇവരൊക്കെ പണിയെടുക്കുന്നില്ലേ. മസിൽസ് എല്ലാവരും പണിയെടുക്കുന്നുണ്ട് അല്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴായാലും. അപ്പോൾ നമ്മൾ മിനിമം ആ സമയത്ത്, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി എപ്പോഴാണ്? നമ്മൾ കംപ്ലീറ്റ്ലി ഫിസിക്കലി മെൻ്റൽ റെസ്റ്റിലാണ്. അതായത് ഒരു മീൽ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 12 hours കഴിഞ്ഞിട്ടാണ് കേട്ടോ. 12 hours കഴിഞ്ഞിട്ടാണ്. അതായത് ഡൈജഷനൊക്കെ നടന്ന് അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമായിട്ടുള്ളതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് എന്താണ് നമ്മൾ അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഗ്രോത്ത്, ലാക്ടേഷൻ, പ്രഗ്നൻസി, അതുപോലെ തന്നെ BMR എത്ര എടുക്കുന്നു, SDA എത്ര എടുക്കുന്നു, ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ BMRലോട്ട് മാത്രം ഇറങ്ങുകയാണ്. അപ്പോൾ BMRൻ്റെ ഇത് മനസ്സിലായല്ലോ, ഡെഫിനിഷൻ മനസ്സിലായല്ലോ. അവരെന്ന് വെച്ചാൽ എന്താണ്? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ ബോഡി ടു മെയിൻറ്റെയിൻ ദ ലൈഫ് അറ്റ് കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്. അത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ്? ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വർക്കാണ് അവിടെ നടക്കുക? നമ്മൾ പഠിച്ചിട്ടില്ലേ ഇൻവോളണ്ടറി വർക്കെന്ന്. ഇൻവോളണ്ടറി എന്ന് അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിങ്സ്, ലങ്സ്, ഇതൊന്നും നമ്മളെ കൺട്രോളിലല്ല അല്ലേ. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. വോളണ്ടറിലി നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുക. ഇൻവോളണ്ടറി ആണെങ്കിൽ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട് നമ്മുടെ കൺട്രോളിലല്ലാണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ബോഡി എന്തായിരിക്കും? ടോട്ടൽ റെസ്റ്റിലായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്? ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വരുന്നുണ്ട്, ലിവർ, അവരടങ്ങിയിരിക്കുമോ?
കിഡ്നി അടങ്ങിയിരിക്കുമോ, ലങ്സ് അടങ്ങിയിരിക്കുമോ? ഇല്ല. അവർക്കെല്ലാം റെസ്റ്റ് എടുക്കാൻ പറ്റുമില്ല, അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ചില ടിഷ്യൂസ് ഉണ്ടാവും, മസിൽസ് ഉണ്ടാവും, പിന്നെ ബോഡി ടെമ്പറേച്ചർ അല്ലെ, അതൊക്കെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഇതാണ് BMR കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് BMRനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ RMR ഉണ്ട്. ഇതെന്താണ് RMR? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ആയിരുന്നു BMR. RMR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് ആണ്. എന്താണ് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ്? ഇത് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്താ പറഞ്ഞത്, 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെ, ഫുഡ് കഴിച്ച് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് BMR. RMR ആണെങ്കിൽ അത്രയും സമയമൊന്നും എടുക്കണ്ട, ഫുഡ് കഴിച്ച പാട് തന്നെ RMR നോക്കണം. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റിലാണ്, പക്ഷെ ഫാസ്റ്റിംഗ് ആയിരിക്കില്ല. ഇവിടെ ഫാസ്റ്റിംഗ് ആണ്. BMRൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഫാസ്റ്റിംഗ് ആണ്. ഓക്കെ. ഈ RMR എപ്പോഴും ഒരു 3%-നേക്കാളും കൂടുതൽ, BMRനേക്കാളും 3% കൂടുതലായിരിക്കും ഏതെന്ന് പറയുന്നത് RMR എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ടേം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ BMR നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് അല്ലെ, 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മൾ നോക്കുന്നുള്ളത്. പക്ഷേ ഇവിടെ ആണെങ്കിലോ അങ്ങനെയല്ല. ഇവിടെ RMR എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫുഡ് കഴിച്ചതിന് ശേഷം അല്ലേ, റെസ്റ്റിലിരിക്കുമ്പോഴല്ല. ഓക്കെ. അപ്പോൾ അത്രയും RMRനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ വെക്കാം. ഇനി BMRൻ്റെ കേസിൽ വീട്ടിൽ വരികയാണെങ്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഡൈജഷൻ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം അല്ലെ, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡൈജഷൻ നടക്കുന്നുണ്ടാവാം. ലിവർ, കിഡ്നീസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഹാർട്ട്, മസിൽ, ബ്രെയിൻ, ഇവരൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ സെൽസിൻ്റെ റിപ്പയറിങ് നടക്കുന്നില്ലേ, അത് ഏതിനകത്താണ് വരിക, BMR. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടെങ്കിൽ എഴുതാൻ പറ്റണേ. സെൽസിൻ്റെ റിപ്പയറിങ് നടക്കുന്നുണ്ട്, ബ്രീത്തിങ് നടക്കുന്നുണ്ട്, ഓർഗൻസ് ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പലതരത്തിൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ BMRനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. BMRൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തത്. മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ദ ബോഡി ടു മെയിൻറ്റെയിൻ ദ ലൈഫ് അറ്റ് കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റെസ്റ്റ്. 12 മണിക്കൂറിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻവോളണ്ടറി ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന BMR യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്, BMR നടക്കുന്നുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ ഹാർട്ട്, ബ്രെയിൻ, ലിവർ, കിഡ്നി, ലങ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുക അല്ലേ. നമ്മളെ ബോഡി നമുക്ക് കാണുമ്പോൾ ടോട്ടൽ റെസ്റ്റിലായിരിക്കും, പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റ്, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ, റിപ്പയറിങ് ഓഫ് സെൽസ്, ഡൈജഷൻ, ഇതൊക്കെ ഇതിനകത്ത് വരും, BMRനകത്ത് വരും. അപ്പോൾ BMR നമ്മൾ എന്താ പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിലായിരിക്കണം. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 12 മണിക്കൂറിന് ശേഷം അല്ലേ, അപ്പോഴാണ് BMR കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ RMR എന്ന് പറയുന്നത് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് ആണ്. അതായത് നമ്മൾ 12 hours ഒന്നും കാത്തുക്കുന്നില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും, RMR ആവും. ഈ RMR എപ്പോഴും എന്താണ് BMRനേക്കാളും കൂടുതലായിരിക്കും. ഫുൾ ഫോം എന്താണ്, റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ്. BMRനേക്കാളും ഒരു 3% ഒക്കെ കൂടുതലായിരിക്കും ഏത്, RMR എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാൽക്കുലേഷനാണ്, അതായത് മെഷർമെൻ്റ് ആണ്. ഈ BMR എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നു എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കലോറിമെട്രി വെച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുക അല്ലേ. അപ്പോൾ ഈ കലോറിമെട്രി കേട്ടോ, ഈ കലോറിമെട്രി എന്ന് പറയുന്നത് ഡയറക്റ്റ് കലോറിമെട്രി ഉണ്ട്, എന്തുണ്ട്, ഇൻഡയറക്റ്റ് കലോറിമെട്രി ഉണ്ട്. ഡയറക്റ്റ് കലോറിമെട്രി ഉണ്ട്, ഇൻഡയറക്റ്റ് കലോറിമെട്രിയും ഉണ്ട്. ഓക്കെ. എന്താണ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ BMR മെഷർ ചെയ്യുക. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫാക്ടേഴ്സിലൊക്കെ വരാം. അതുപോലെ തന്നെ RQ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പം അതുകൂടി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഡയറക്റ്റാണ്. ഇതാണ് ഡയറക്റ്റ് കലോറിമെട്രിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേംബറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്നത് ആരാണ്, ഹ്യൂമൻ ആണ്. ഒരു റെസ്പിറേഷൻ ചേംബറൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ റെസ്പിറേഷൻ ചേംബർ വെച്ചിട്ടാണ് നമ്മൾ എത്ര ഹീറ്റ് അവിടുന്ന് ഇവോൾവ് ചെയ്യുന്നു എന്ന് നമ്മൾ ഇവിടെ നോക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലോറിമെട്രി ഉണ്ട്. അതായത് നമ്മുടെ ഡയറക്റ്റിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്നാണ് അറ്റ് വാട്ടർ, പഠിച്ചോളൂ, അറ്റ് വാട്ടർ. അതുപോലെ തന്നെ റോസ റെസ്പിറേഷൻ കലോറിമീറ്റർ. അപ്പോൾ റോസ റെസ്പിറേഷൻ അതുപോലെ തന്നെ അറ്റ് വാട്ടറൊക്കെയാണ് ഡയറക്റ്റ് കലോറിമീറ്ററിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേംബർ ആയിരിക്കും ഉണ്ടാവുക. എന്താണ്, വലിയൊരു ചേംബർ. ആ ചേംബറിനകത്ത് പലതരം കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ചേംബർ ഒന്നുകൂടെ വരച്ചു തരാം, കുറച്ച് വലുതാക്കി വരക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ചേംബറൊക്കെ വരുന്നുണ്ട്. ഈ ചേംബറിനകത്താണ് നമ്മുടെ ഹ്യൂമൻ ഇരുന്നിട്ടുണ്ടാവുക അല്ല. ആ ഹ്യൂമനകത്ത് നിന്ന് എത്രത്തോളം ഹീറ്റ് ഇവോൾവ് വരും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ വാൾസ് ഉണ്ടല്ലോ, ഇത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന വാൾസ് ആയിരിക്കും.
എന്താണ് പറഞ്ഞത്, വാൾസിൻ്റെ കേസ് പറഞ്ഞു, എന്തായിരിക്കും, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു ഹ്യൂമൻ ഉണ്ടാവും, എനിക്ക് ചിത്രം അധികം വരയ്ക്കാൻ അറിയില്ല, ഒരു ഹ്യൂമൻ ഇവിടെ ഇരുന്ന് നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് ഫിസിക്കലി അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ റെസ്റ്റിലാണ് ഉണ്ടാവുക, അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. പക്ഷെ അവർ ഉറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി വല്ല ഡ്രോയിങ്ങും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് ആക്ടിവിറ്റി എടുക്കുന്നുണ്ടാവും. അതായത് നമ്മളധികം എനർജി എന്താണ് ആവശ്യമില്ലാത്ത ഒരു കുഞ്ഞു ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഏർപ്പെട്ടുകൊണ്ടായിരിക്കും അവരുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നുള്ളത്. അപ്പോൾ ഈ ചേമ്പറിനകത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു വാട്ടർ, ഇതിലേക്ക് കൂടി നമ്മൾ വാട്ടർ ഇൻലെറ്റിലൂടെ നമ്മൾ വാട്ടർ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. അതിങ്ങനെ ആ വാട്ടർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തെ കൂടി പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഇതൊരു ബീക്കറൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ പലതരം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചേമ്പറിനകത്ത് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ആര് അബ്സോർബ് ചെയ്യും, E1 എന്ന് പറയുന്നത് ഈ ഒരു ഇൻലെറ്റ് ഉണ്ട്, ഇതാണ് ഫസ്റ്റ് ഇൻലെറ്റ്, അതിലേ കൂടി വരുന്നില്ല വാട്ടർ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇതിങ്ങനെ 4 എന്ന് പറയുന്ന ഔട്ട്ലെറ്റിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ആ വാട്ടർ എന്ത് ചെയ്യും, ഈ ഹീറ്റ് അബ്സോർബ്ഡ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, ഈ ഹീറ്റ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഹ്യൂമൻ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അവർ എത്രത്തോളം ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് അത് ആര് അബ്സോർബ് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തില്ലേ, ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വാട്ടർ അബ്സോർബ് ചെയ്യും. ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും, തെർമോമീറ്ററിൽ റെക്കോർഡ് ചെയ്യും. എന്താണ്, തെർമോമീറ്ററിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ എന്താണ്, നമ്മളിവിടെ ഒരു വെസൽ വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്ത് എത്രത്തോളം വെള്ളത്തിൻ്റെ വോളിയം വരുന്നുണ്ടെന്ന് കൂടി നമ്മൾ മെഷർ ചെയ്യും. പിന്നെ എയർ, ഇതിനകത്ത് നമ്മൾ എന്താണ് ഹീറ്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എയർ ഇയാൾ റെസ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ആ എയർ അവിടെ നിന്ന് പുറത്തോട്ട് വരുമല്ലോ അല്ലേ, ആ എയർ എന്ന് പറയുന്നത് ഒരു ബ്ലോവറിലേക്ക് കൂടി പാസ് ചെയ്യും. എന്താണ് ഇവിടുന്ന് റെസ്പയർ ചെയ്യുന്ന എയർ ഇവിടെ കുറച്ച് സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ സോഡ ലൈമൊക്കെ വെച്ചിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്യും. എന്തിലൂടെയൊക്കെ പാസ് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിലും സോഡ ലൈമിലും സൾഫ്യൂരിക് ആസിഡിലൊക്കെ പാസ് ചെയ്തിട്ട് ഈ എയറിലുണ്ടാവുന്ന വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ അതവർ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യും. പിന്നെ ഓക്സിജൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ എയറിനകത്ത് എത്രത്തോളം ഓക്സിജൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ഗ്യാസ് മീറ്റർ വെച്ചിട്ട് അവിടെ മെഷർ ചെയ്യും. എന്താണ് ഞാൻ പറഞ്ഞത്, ഒരു വാളുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന വാളായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്, ആ ഇൻലെറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഈ ഇൻലെറ്റിൽ കൂടി വരുന്നുള്ള വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നുള്ളത്, ഈ വാട്ടറിൻ്റെ വോളിയം മെഷർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ തെർമോമീറ്റർ വെച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്യും. പിന്നെ ഇവിടെ എയർ ഇയാൾ റെസ്പയർ ചെയ്യുമ്പോഴുള്ള എയറൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസ് മീറ്ററിൽ വെച്ചിട്ട് അവരത് മെഷർ ചെയ്യും, എത്രത്തോളം ഓക്സിജൻ ഉണ്ട്, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഈ വാട്ടറിനകത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും സോഡ വാട്ടറും അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡൊക്കെ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വാൾസിൻ്റെ ഒക്കെ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 25 ഡിഗ്രി സെൽഷ്യസിലൊക്കെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഇവിടെ ഇദ്ദേഹത്തിന് എന്താ ചെയ്തിരിക്കുന്നത്, കലോറിമീറ്ററിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസിനകത്ത്, അതൊരു ഇൻസുലേറ്റഡ് വാളാണ്, അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് അവിടെ എപ്പോഴും മെഷർ ചെയ്യണം. ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടെ വാട്ടർ വരും, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എയർ നമ്മളിങ്ങനെ ഗ്യാസ് മീറ്ററിലേക്ക് കൊണ്ടുവന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡും സോഡ ലൈമും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. ടെമ്പറേച്ചർ എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിലൊന്ന് നോക്കിക്കോട്ടോ, എനിക്കിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് കലോറിമീറ്ററിനകത്ത് പഠിച്ചു. ഓക്കെ ആണല്ലോ. നമുക്ക് അറിയാം കലോറിമീറ്ററിനകത്ത് ഒരു കലോറി എന്ന് വെച്ചാൽ എന്താണ്, എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. ഒരു 1 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഡയറക്റ്റ് കഴിഞ്ഞു. ഇനി ഇൻഡയറക്റ്റിലോട്ട് പോവാണ്. എന്താണ് ഇൻഡയറക്റ്റ് കലോറിമീറ്ററിനോട്ട് പോവാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഓക്സിജൻ യൂസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഹീറ്റ് ജനറേറ്റഡ്. ഇത് രണ്ടും എന്തിനോട് പ്രൊപ്പോർഷണലായിരിക്കും, എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ ഒരു ഫാക്ട് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ്
oxygen consumed and carbon dioxide produced will be in proportion with heat generate ചെയ്യുന്നു. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഡയറക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ഹ്യൂമനെ അവർ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, ഓക്സിജൻ മെഷർ ചെയ്യണം, അങ്ങനെ പലതരം കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 12 to 16 hours കഴിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ BMR കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. അപ്പോൾ ഒരു 12 to 16 hours ഇവിടെ കഴിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ റിലാക്സ്ഡ് മൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുണ്ടാവണം, റിലാക്സ്ഡ് ആയിട്ടുണ്ടാവണം, ഫ്രീ ആയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ പനിയാണെന്നുള്ള ആൾക്കാരൊന്നും കൊണ്ടുവരാൻ പാടില്ല. നോർമൽ ബോഡി ടെമ്പറേച്ചറുള്ള ആൾക്കാരായിരിക്കണം വരേണ്ടത്. പിന്നെ ടെമ്പറേച്ചർ ഇവിടെ 21 degree Celsius to 24 degree Celsius ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറ്റ് വാട്ടറും റോസയും പറഞ്ഞില്ലേ, അറ്റ് വാട്ടറും റോസയും പറഞ്ഞു, അതേതാണ് ഡയറക്റ്റിൽ. ഇവിടെ അതുപോലെ തന്നെ രണ്ടുണ്ട്, ബെനഡിക്റ്റും ബെനഡിക്റ്റും റോത്തും. എന്താണ് ബെനഡിക്റ്റ് അപ്പാരറ്റസും അതുപോലെ തന്നെ റോത്ത് അപ്പാരറ്റസ്. ബെനഡിക്റ്റ് അപ്പാരറ്റസ് അതുപോലെ തന്നെ റോത്ത് അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. 12 to 16 hours ആണ്, റിലാക്സ്ഡ് ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കണം. ഇതിനകത്ത് 21 to 24 degree Celsius ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പിന്നെ ബെനഡിക്റ്റും റോത്ത് അപ്പാരറ്റസും വെച്ചിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമന് ഒരു നോസ് ക്ലിപ്പ് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു നോസ് ക്ലിപ്പ് ഉണ്ടാവും. അതിലെ കൂടി ആയിരിക്കും ഇവർ ബ്രീത്ത് ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്യുന്നുള്ളതും. ഓക്കെ, ഒരു മൗത്ത് പീസ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും 2 ട്യൂബായിട്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്തു നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധിക്കും. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇവിടെ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മളൊരു നോസ് ക്ലിപ്പ് വെച്ചിട്ട് കൊടുക്കുകയാണ്. അവിടെ അവരെന്ത് ചെയ്യും, അതിനകത്ത് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡും എത്രത്തോളം ഒരു ട്യൂബിലൂടെ ഓക്സിജനും ഒരു ട്യൂബിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും വരും. അപ്പോൾ അതിലൂടെ തന്നെയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് അവിടെ എയറിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ബ്രീത്ത് ഇൻ ചെയ്യുന്നത്, ഓക്സിജൻ ചെയ്യുന്നുള്ളത് ഒരു എക്സ്പിരേറ്ററി വാൾവ് വെച്ചിട്ടാണ്. ഒരു വാൾവ് വെച്ചിട്ടാണ് അവർ ഓക്സിജൻ അതിനെ ശ്വസിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുള്ളതും ഒരു വാൾവ് വെച്ചിട്ടാണ്. അതിന് രണ്ടിനും എങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു സ്പൈറോമീറ്റർ ബെല്ലിലോട്ട് പോകുന്നത്. എങ്ങോട്ട് പോകും, ഒരു സ്പൈറോമീറ്റർ ബെല്ലിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് എത്രത്തോളം ഓക്സിജൻ ഉണ്ടെന്ന് റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നും അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ളത് കേട്ടോ. സിമ്പിളാണ്. ഇതിൻ്റെ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ടുള്ളതുകൊണ്ട് ഇതാണ് മെയിൻ പ്രിൻസിപ്പിൾ. എന്താ നമ്മൾ പറഞ്ഞത്, ഓക്സിജൻ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഒരു നോസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം എന്ന് കറക്റ്റ് കിട്ടും. പിന്നെ ഇതൊരു സ്പൈറോമീറ്റർ ബെല്ലിലൂടെ ഇത് എന്ത് ചെയ്യും, നമ്മൾ പാസ് ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് ഇതെന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പൺ. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ട് ഇൻഡയറക്റ്റ് കലോറിമീറ്റർ ഉണ്ട്. ഇൻഡയറക്റ്റ് കലോറിമീറ്ററിന് എത്ര ടൈപ്പ് ഉണ്ട്, 2. ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും. ഈ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജൻ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ, എത്രത്തോളം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് അത് മെഷർ ചെയ്തിട്ട് നല്ല ഓക്സിജൻ റിച്ച് എയർ ആണ് അവരുടെ നോസ് ക്ലിപ്പിലൂടെ കൊടുക്കുക. അപ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം ഓക്സിജൻ മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നോർമൽ എയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനെ ഒന്നും മെഷർ ചെയ്യുന്നില്ല, നോർമൽ എയർ ബ്രീത്ത് ചെയ്യാനാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഇത് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഒരു നോസ് ക്ലിപ്പ് കൊടുത്തിട്ട് എക്സ്പിരേറ്ററി വാൾവ് ഉണ്ട്, ഇൻസ്പിരേറ്ററി വാൾവും എക്സ്പിരേറ്ററി വാൾവും ഉണ്ട്. അതിലേ കൂടി നമ്മളിത് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് 12 to 14 മണിക്കൂർ കഴിഞ്ഞാൽ ചെയ്യുക. ക്ലോസ്ഡ് സർക്യൂട്ടും ഉണ്ട്, ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നോക്കുന്നു. പക്ഷേ ഇവിടെ ആകുമ്പോൾ നോർമൽ എയർ ആണ് കൊടുക്കുന്നത്. അതാണ് ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെയും ഓപ്പൺ സർക്യൂട്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് കലോറിമീറ്ററിനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. ഇനി നമുക്ക് BMRൻ്റെ നോർമൽ റേറ്റ്സ് കൂടി ഒന്ന് പഠിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫാക്ടേഴ്സിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നോർമൽ റേറ്റ്സ് നോക്കുമ്പോൾ എന്താണ്, അഡൾട്ട് മാൻ ആണെങ്കിൽ ഒരു 35 to 38 കലോറി പെർ സ്ക്വയർ മീറ്റർ പെർ അവർ. പിന്നെ വിമൻ ആണെങ്കിൽ 32 to 35 കലോറി പെർ സ്ക്വയർ മീറ്റർ പെർ അവർ. അപ്പോൾ 35 to 38 കലോറി പെർ സ്ക്വയർ മീറ്റർ പെർ അവർ ആണ്
പിന്നെ വിമൻ ആണെങ്കിൽ 32 to 35 ആണ്. ഈ കലോറി എന്ന് പറയുന്നത് കലോറി പെർ 30 സ്ക്വയർ മീറ്റർ പെർ അവറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് നമുക്ക് കലോറി പെർ ഡേയിലും മെഷർ ചെയ്യാം. എന്താണ് കലോറീസ് പെർ ഡേയിലും മെഷർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1600 മെന്നിന് വരിക. 1600 കലോറി പെർ ഡേ. വിമൻ ആണെങ്കിൽ 1400 കലോറി പെർ ഡേ. അപ്പോൾ 35 to 38 32 to 35 അത് ഓർത്ത് വെക്കുക. 1600 1400 ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കലോറിമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സിമ്പിളാണ്. ആ ഫിഗർ നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ നോക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി കുറച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളെ എന്താണ് മെഷർമെൻറ്റിൽ പറയാനുള്ളൂ. നമുക്ക് അടുത്തതായിട്ട് പെട്ടെന്ന് ഫാക്ടേഴ്സ് നോക്കാം. നമ്മുടെ BMRനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ റെസ്റ്റിലാകുമ്പോൾ എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ BMR എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഒന്ന് നമ്മുടെ ബോഡി കോമ്പോസിഷനാണ്. എന്താണ് ബോഡി കോമ്പോസിഷനാണ്. അതായത് തടിച്ച ആൾക്കാരുണ്ടാവാം, മെലിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരുടെ ബോഡിക്കകത്ത് നല്ല സ്ലിം ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലവർ നല്ല ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലവർ നല്ല മസിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ബോഡിക്കകത്ത് നമ്മൾ BMR നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ BMR കൺസ്യൂം ചെയ്യുന്നുള്ള ഒരാളാണ് ഈ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ മസിൽ ടിഷ്യൂ ആരിലാണോ കൂടുതലായിട്ടുള്ളത് അവരിൽ എന്തായിരിക്കും BMR കൂടുതലായിരിക്കും. എന്താണ് മസിൽ ടിഷ്യൂസ് കൂടുതലുള്ള ആൾക്കാരിൽ BMR കൂടുതലായിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മസിൽസ് കൂടുതലുള്ള ആൾക്കാരിൽ എന്തായിരിക്കും BMR കൂടുതലായിരിക്കും. പിന്നെ ജെൻഡർ, നമ്മൾ ഫീമെയിലും അതുപോലെ തന്നെ മെയിലും ഇല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇല്ലേ, അതിനകത്ത് എന്താണ് BMR ആർക്കാണ് കൂടുതലായിട്ട് വരിക? മെയിൽസിലാണ് എപ്പോഴും BMR കൂടുതലായിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിലിന് കൂടുതൽ എന്തുണ്ട്? അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്. കൂടുതൽ അഡിപ്പോസ് ടിഷ്യൂ, മസിൽ കുറവുമാണ്. ഒരു സത്യാവസ്ഥയാണ്, മനസ്സിലാക്കി വെക്കുക. എന്താണ് ലേഡീസിന് ഫീമെയിൽസിൽ എന്താണ് മസിൽ കുറവും അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജെൻഡർ വെച്ച് നോക്കുമ്പോൾ സെയിം ഏജും വെയിറ്റുള്ള ഒരാളിൽ BMR എപ്പോഴും മെയിൽസിന് കൂടുതലായിരിക്കും. സെയിം ഏജ് സെയിം വെയിറ്റുള്ള ഒരാളെടുത്തിട്ട് മെയിലും ഫീമെയിലും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മെയിൽസിൻ്റെ BMR എപ്പോഴും കൂടുതലായിരിക്കും. ഇനി അടുത്തത് ഏജ് വെച്ച് നോക്കുമ്പോൾ ഏജ് എന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് 2 ഇയേഴ്സിൽ ഏറ്റവും കൂടുതലായിരിക്കും. എന്താണ് ഫസ്റ്റ് 2 ഇയേഴ്സിൽ പിന്നെ അത് കൂടുതലായിരിക്കും. പിന്നെ അതായത് കൂടി വന്നിട്ട് പിന്നെ കുറയാണ് ചെയ്യാം. എന്താണ് പിന്നെ അങ്ങോട്ടത് കുറഞ്ഞുകൊണ്ടേ വരും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രോത്ത് പീരീഡ് ഉണ്ടല്ലോ, ഗ്രോത്ത് പീരീഡിൻ്റെ സമയത്ത് ഈ BMR കൂടും അല്ലേ. ഗ്രോത്ത് നടക്കുന്നുണ്ട് ഫസ്റ്റ് 2 ഇയേഴ്സിലും കൂടി, പിന്നെ അത് കുറഞ്ഞു വന്ന് ഗ്രോത്ത് നടക്കുന്നുള്ള ആ ഒരു പീരീഡിൽ അത് കൂടുകയാണ്. പിന്നെ നമ്മൾ ഏജ് ആവും തോറും ഇത് കുറഞ്ഞുകൊണ്ട് വരും. അതായത് വയസ്സായവർക്കൊക്കെ മസിൽസൊക്കെ കുറഞ്ഞുകൊണ്ട് വരും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്താണ് അവർക്ക് പിന്നെയും വീണ്ടും എന്താണ് മാസമൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് BMR കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ആദ്യത്തെ 2 ഇയേഴ്സിൽ കൂടുതലാണ്, പിന്നെ അത് കുറഞ്ഞു വരും. പിന്നെ ഗ്രോത്ത് പീരീഡ് ഉണ്ടല്ലോ, നമ്മളൊരു അഡോൾസൻ്റ് ഏജ് എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അത് കൂടും. എന്നിട്ട് ഏജ് കൂടുമ്പോഴും അത് കുറഞ്ഞുകൊണ്ട് വരും. പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി സൈസും സർഫസ് ഏരിയയും. എന്താണ് ബോഡി സൈസും സർഫസ് ഏരിയയും ഇത് നോക്കുന്നുണ്ട്. അതായത് ഈ BMR എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ഏരിയയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരു ടോളായിട്ടുള്ളൊരു മനുഷ്യൻ, എന്താണ് ഹൈറ്റുള്ളൊരു മനുഷ്യൻ അതുപോലെ തന്നെ എന്താണ് പറയുക സർഫസ് ഏരിയ കൂടുതലാണല്ലോ. അപ്പോൾ ടോളായിട്ടുള്ളൊരു മനുഷ്യനും അതുപോലെ തന്നെ ഷോർട്ടായിട്ട് തിക്കായിട്ടുള്ളൊരു മനുഷ്യനും, അതായത് ടോളായിട്ട് മെലിഞ്ഞിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ഷോർട്ടായിട്ട് തടിച്ചിട്ടുള്ള ഒരാളും വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും BMR കൂടുതൽ? ഈ ഹൈറ്റുള്ള ആൾക്കാർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്. സർഫസ് ഏരിയനെ വെച്ചിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ ആർക്കാണോ കൂടുതൽ അവർക്കും ഇത് കൂടാറുണ്ട്. പിന്നെ ഒരാളാണ് സ്ലീപ്പ്. പിന്നെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഒരാളാണ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഈ BMR എന്ന് പറയുന്നത് ഒരു 10% കുറവായിരിക്കും. 10% കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കലോറിമീറ്റർ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, അയാളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഡ്രോയിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMR ഉറങ്ങുന്ന സമയത്ത് അത് കുറച്ച് കുറയും. പിന്നെ ബോഡി ടെമ്പറേച്ചറിനെ അത് ബാധിക്കും കേട്ടോ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു 37 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ BMR കൂടും.
ബേസൽ മെറ്റബോളിക് റേറ്റും അവിടെ കൂടും. അപ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും എന്താണ് അവിടെ 13 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഉണ്ടാവാറുണ്ട്. 13 ഡിഗ്രി സെൽഷ്യസ് വ്യത്യാസം വരാറുണ്ട്. ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും എന്താണ് BMR ഒരു 13 ഡിഗ്രി സെൽഷ്യസ് അല്ലാതെ 13% ഇൻക്രീസ് ചെയ്യും. ഓരോ ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും 13% അവിടെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇനി ഫാരൻഹീറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അവിടെ 7% ഇൻക്രീസ് നടക്കാറുണ്ട്. അപ്പോൾ സ്ലീപ്പിൻ്റെ കേസിൽ മനസ്സിലായല്ലോ. പിന്നെ എന്തൊക്കെയാണ് പിന്നെയുണ്ട് കേട്ടോ, നമ്മൾ ഇതുവരെ പറഞ്ഞൊന്നും കൂടെ പറയാം. ഒന്ന് ബോഡി കോമ്പോസിഷൻ. നമ്മളെന്താ പറഞ്ഞാൽ മസിലൊക്കെ കൂടുതലുള്ള ആൾക്കാർ, സ്ലിം ആയിട്ടുള്ള ആൾക്കാർ, ഫാറ്റ് ആൾക്കാർ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്. അതിനകത്ത് മസിൽ ടിഷ്യൂ കൂടുതലുള്ള ആൾക്കാരിൽ BMR കൂടുതലായിരിക്കും. പിന്നെ ജെൻഡർ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൽസിൽ കൂടുതലായിരിക്കും. അതിന് കാരണവും പറഞ്ഞു. അഡിപ്പോസ് ടിഷ്യൂ ആണ് ഫീമെയിൽസിന് കൂടുതൽ, മസിൽ ടിഷ്യൂ കുറവാണ്. പിന്നെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ഇയേഴ്സ് വരെ കൂടും. പിന്നെ അത് കുറഞ്ഞിട്ട് 2 ഇയേഴ്സ് വരെ കൂടി പിന്നെ കുറഞ്ഞു വന്നിട്ട് ഗ്രോത്ത് പീരീഡിൽ വീണ്ടും കൂടും എന്നിട്ട് നമ്മളെ ഏജിൽ വീണ്ടും കുറയും. പിന്നെ ബോഡി സൈസും സർഫസ് ഏരിയയും വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ബോഡി സൈസും സർഫസ് ഏരിയയോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഈ BMR എന്ന് പറയുന്നത്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലുള്ള ആൾക്കാരിൽ എപ്പോഴും BMRും കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ സ്ലീപ്പും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സ്ലീപ്പ് അതായത് ഉറങ്ങുന്ന സമയത്ത് BMR എപ്പോഴും 10% കുറയും എന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത് സ്ലീപ്പ് കഴിഞ്ഞു. പിന്നെ ബോഡി ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോഡി ടെമ്പറേച്ചറിന് ശേഷം അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിൻ്റെ കേസിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റേഴ്സിലൊക്കെ ഈ BMR ഒരു 5% ഒക്കെ ഇൻക്രീസ് ചെയ്യും. എന്താണ് BMR ഒക്കെ ഒരു ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് കുറയും കേട്ടോ. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് 12% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിലും അതുപോലെ തന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ഇത് ഇൻക്രീസ് ചെയ്യും. പിന്നെ കുറയുമെന്ന് പറഞ്ഞാലേ കുറയില്ല കേട്ടോ, പിന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ 12% ഇൻക്രീസ് ചെയ്യും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേതാണ് ഞാൻ പറഞ്ഞ പ്രഗ്നൻസി. ഇനി നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ഇല്ലേ, തൈറോക്സിൻ എന്നൊക്കെ പറയുന്നത്, ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുള്ള ഒരാളാണ് ഈ തൈറോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോക്സിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ BMRും കൂടും, ഒരു 20% ഒക്കെ കൂടും. ഇനി BMR കുറയുമ്പോൾ എന്താണ് തൈറോക്സിൻ കുറയുമ്പോൾ BMRും കുറയും. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും കേട്ടിട്ടുണ്ടല്ലോ. ഹൈപ്പർ എന്ന് വെച്ചാൽ എന്താണ് തൈറോയിഡ് ഹോർമോൺസ് കൂടുന്നതാണ് ഹൈപ്പർ. അപ്പോൾ BMRും കൂടും. ഇനി BMR കുറയുമ്പോൾ നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയാണത്. പിന്നെ പ്രഗ്നൻസിൻ്റെ കേസിൽ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ന്യൂട്രീഷൻ്റെ ലെവൽ, അതായത് നമ്മൾ ഒരുപാട് ഫീഡിങ് നടന്നിട്ടുണ്ടെങ്കിൽ, ഓവർ ഫീഡിങ് ആണെങ്കിൽ അവിടെ BMR കുറയും, ഫീഡിങ് കുറവാണെങ്കിൽ അവിടെ BMR കുറയും. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള ടെമ്പറേച്ചർ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ BMR കൂട്ടും സ്മോക്കിംഗ്, കാരണം അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നിക്കോട്ടിനാണ് ഇത് കൂട്ടാനുള്ള കാരണമായിട്ട് വരുന്നത്. പിന്നെ ജനറ്റിക് ഡിഫറൻസ് വരാറുണ്ട്. ജനറ്റിക് ഡിഫറൻസ് കാരണം ഈ BMRൽ വേരിയേഷൻ വരാറുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ഒക്കെ ആണെങ്കിൽ, ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ അത് നമ്മളെ BMR കൂട്ടാറുണ്ട്. പിന്നെ എന്താണ് ഫാർമക്കോളജിക്കൽ ഏജൻസ്, നമ്മൾ ഏതെങ്കിലും ഡ്രഗോ കാര്യങ്ങളോ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് BMR ഇൻക്രീസ് ചെയ്യാറുണ്ട്. അതായത് ഫീവർ, നമ്മൾ പറഞ്ഞല്ലോ ബോഡി ടെമ്പറേച്ചർ, എന്തെങ്കിലും സ്കിൻ ബേൺസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ BMR കൂട്ടാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്ലീപ്പിൻ്റെ കേസിൽ പറഞ്ഞു 10% കുറയും അല്ലേ. പിന്നെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ ഡിഗ്രി സെൽഷ്യസും കൂടുമ്പോഴും 13% കൂടും. ഓരോ ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുമ്പോഴും 70% കൂടും. പിന്നെ പ്രഗ്നൻസി ടൈമിൽ BMR ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ 5%, ലാസ്റ്റിൽ 12% ഇൻക്രീസ് ഉണ്ടാവാം. പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പറഞ്ഞപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് തൈറോക്സിൻ ഹോർമോണാണ്, തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവരുടെ മെയിൻ പരിപാടി എന്താണ്? നമ്മുടെ മെറ്റബോളിസമൊക്കെ റെഗുലേറ്റ് ചെയ്യുക. അവർ കൂടുമ്പോൾ 20% BMR കൂടും, അവർ കുറയുമ്പോൾ ഇത് കൂടും. അത് ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും നമുക്ക് മെഷർ ചെയ്യാൻ BMR മതി. പിന്നെ ന്യൂട്രീഷൻ, ഓവർ ഫീഡിങ് ആണെങ്കിൽ BMR കൂടും, പിന്നെ ഫീഡിങ് കുറവാണെങ്കിൽ BMR കുറയും. പിന്നെ സ്മോക്കിങ് BMR ഇൻക്രീസ് ചെയ്യും, കാരണം എന്താണ്? നിക്കോട്ടിനാണെന്ന് പറഞ്ഞു. പിന്നെ ജനറ്റിക് ഡിഫറൻസ് ഇവിടെ ഇൻഫ്ലുവൻസ് വരുത്താറുണ്ട്. പിന്നെ പറഞ്ഞത് നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇത് ഒരുപാട് എനർജി അവിടെ കൺസ്യൂം ചെയ്യും കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ.
പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞ ഫാർമക്കോളജിക്കൽ ഏജൻസ്, നമ്മുടെ ഡ്രഗ് അതായത് നിക്കോട്ടിൻ കഫീനൊക്കെ ഉണ്ടെങ്കിൽ അവർ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടും, BMR കൂട്ടും. പിന്നെ വല്ല ഡിസീസ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഫീവർ പോലുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് BMR കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് BMR എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്തുള്ള ഹെഡിങ്ങിനകത്താണ് നമ്മുടെ ഡയറക്റ്റ് കലോറിമെട്രിയും ഇൻഡയറക്റ്റ് കലോറിമെട്രിയും ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനർജി മെറ്റബോളിസം ഡ്യൂറിങ് വർക്കിംഗ് വരുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ BMR കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി കൊണ്ടുവന്നുള്ളത് എനർജി കൊണ്ടുവന്നുള്ളത് BMR ആണ്, 70% എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകുന്നുള്ളത് ആരായിരുന്നു? ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, ഒരു 20% ഒക്കെ അല്ലേ. പിന്നെ കൊണ്ടുപോകുന്ന ആരാണ്? ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നുള്ളത്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയുമ്പോൾ നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വർക്കിനൊക്കെ പോകുന്നുള്ള ഒരാളാണെങ്കിൽ ചിലർ കല്ല് പണിക്ക്, ചിലവർ ഓഫീസ് വർക്കിൽ, ചിലവർ ടീച്ചിങ് വർക്ക്, ചിലവർ നേഴ്സായിരിക്കും, ചിലവർ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കും. അങ്ങനെ പലതരം വർക്കിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കൂടിയതാണ് ഏത് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് വീട്ടിലെ വർക്കാവാം, നമ്മളിപ്പോൾ വെറുതെ നടക്കുന്നതാവാം, ഈവൻ ജോഗിങ് അല്ലെ, ജോഗിങ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മളെ ബോഡി വെച്ചിട്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നൊരു റേഷ്യോ ഉണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവിടെ എത്ര എനർജി എടുക്കുന്നു, പിന്നെ എനർജി കോസ്റ്റ് ഓഫ് BMR പെർ മിനിറ്റ്. ഇതെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ കിട്ടും. എന്ത് കിട്ടും? ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ കിട്ടും. അപ്പോൾ എന്താണ്? എനർജി കോസ്റ്റ് ഓഫ് സം ആക്ടിവിറ്റീസ് പെർ മിനിറ്റും എനർജി കോസ്റ്റ് ഓഫ് BMR പെർ മിനിറ്റും എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ ആക്ടിവിറ്റി റേഷ്യോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ വാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 3.7 ഒക്കെ ആയിരിക്കും ഈ എനർജി കോസ്റ്റ് വരിക. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, സിറ്റ് ചെയ്യാണ്, നമ്മൾ ചേരണോ മറ്റോ, അപ്പോൾ 1.3 ആണ് അവിടെ ആക്ടിവിറ്റി. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും നമ്മളിതിങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് കൊടുക്കുമ്പോൾ 1.4 ആണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്? നമ്മളവിടെ എനർജി എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാൽ കൂടി അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഈ എനർജീൻ്റെ ബേസിസിൽ നമ്മൾ ഓക്യുപ്പേഷനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെഡൻഡറി എന്ന് പറയും, അതായത് വലിയ ഭാരമൊന്നുമില്ലാത്ത പരിപാടികൾ, നമ്മുടെ ടീച്ചർ, ടൈലർ, അതുപോലെ തന്നെ നേഴ്സ്, അതുപോലുള്ളവർ. പിന്നെ നമ്മൾ മോഡറേറ്റ് എന്ന് പറയും. എന്താണ് മോഡറേറ്റ് എന്ന് പറയും? അതായത് നമ്മുടെ പോട്ടർ, ഫിഷർമാൻ, വീവർ, അവരൊക്കെ മോഡറേറ്റിനകത്ത് വരും. പിന്നെ ഹെവി വരും. ഹെവി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോൺ കട്ടർ, മൈൻ വർക്കർ, വുഡ് കട്ടറൊക്കെയാണ് അങ്ങനെ വരിക. അപ്പോൾ സെഡൻഡറി, മോഡറേറ്റ്, ഹെവി. ഈ സെഡൻഡറി എന്ന് പറയുമ്പോൾ അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു 80 to 180 കിലോ കാലറി പെർ അവർ ആണ് കേട്ടോ. മോഡറേറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു 170 തൊട്ട് 240 വരെ പോകും. ഹെവീൻ്റെ ആണെങ്കിൽ 250 തൊട്ട് 350 വരെ പോകും. അങ്ങനെയാണ് അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ വരിക. അപ്പോൾ സെഡൻഡറിക്കകത്ത് വരുന്നതാണ് നമ്മുടെ ടീച്ചർ, ടൈലർ, അതുപോലെ തന്നെ നേഴ്സൊക്കെ. ഇനി ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഫിഷർമാൻ, പോട്ടർ, പിന്നെ സെർവൻറ്റ് അല്ലെങ്കിൽ മെയ്ഡ് എന്നൊക്കെ പറയില്ലേ, പിന്നെ നമ്മുടെ വീവർ, ഇതൊക്കെ ഇതിനകത്ത് വരും. ഇതിനകത്ത് വുഡ് കട്ടർ, സ്റ്റോൺ കട്ടർ, മൈൻ വർക്കർ, അതായത് കുറച്ച് ഭാരിച്ച പണിയുള്ളവരെയാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഇവിടെ എത്തിയ PAR അല്ലേ. ഈ PAR എന്ന് പറയുമ്പോൾ ഒരു റേഷ്യോ ആണ്, അതിന് വലിയ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു റേഷ്യോ ആണ് ഏത് PAR എന്ന് പറയുന്നത്. ഈ PAR നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ നമ്മൾ മെഷർ ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിടിക്കുക? ടോട്ടൽ PAR, നമുക്ക് എത്രയാണോ PAR കിട്ടിയത് അത് ഡിവൈഡ് ബൈ BMR. 24 ഹവേഴ്സിലുള്ള BMRും 24 ഹവേഴ്സിലുള്ള PARും കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കിട്ടുക. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? 24 മണിക്കൂറിൽ നമുക്ക് എത്രത്തോളം എനർജി ആവശ്യമുണ്ട്. എന്താണ് 24 മണിക്കൂറിൽ നമ്മൾക്ക് എത്രത്തോളം എനർജി ആവശ്യമുണ്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PARും PALൊക്കെ കണ്ടുപിടിക്കുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ, നമ്മുടെ ഒരു അഡൾട്ട്, ഒരു സാധാരണ ഒരു മനുഷ്യൻ
അങ്ങനെ അതായത് നമ്മളിപ്പോൾ ലാക്ടേറ്റിംഗ് ഒന്നും അല്ല, പ്രഗ്നൻ്റ് ഒന്നും അല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ഈ PAL എന്ന് പറയുന്നത് നമ്മുടെ 24 മണിക്കൂറിൽ നമുക്ക് വേണ്ട ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചറിന് ഈക്വൽ ആയിരിക്കും. അല്ലാത്ത നമ്മുടെ ഈ പ്രഗ്നൻ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇതിനേക്കാളും കൂടുതൽ ആവശ്യം വരും. നമ്മൾ ഈ എനർജി മെറ്റബോളിസം ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ വർക്കിനകത്തുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്ലാസ് ബാഗ് മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് എനർജി എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായ പേരുകളാണ് കേട്ടോ. കൊഫ്രാനി മൈക്കലീസ് റെസ്പിരോമീറ്റർ ഉണ്ട്. എന്താണ് കൊഫ്രാനി മൈക്കലീസ് റെസ്പിരോമീറ്റർ ഉണ്ട്. പിന്നെ മാക്സ് പ്ലാങ്ക് റെസ്പിരോമീറ്റർ ഉണ്ട്. ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. മാക്സ് പ്ലാങ്ക് റെസ്പിരോമീറ്റർ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ മെയിനായിട്ട് നോക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡോഗ്ലാസ് ബാഗ്, ആ ബാഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബാഗൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ? അതുണ്ട്, ശരിക്കും അവിടെ ഒരു ബാഗ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഡോഗ്ലാസ് ബാഗ് മെത്തേഡ് നമ്മുടെ പേര് വരണമെങ്കിൽ അവിടെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൻ്റെ പേരാണ് ഈ ഡോഗ്ലാസ് ബാഗ്. എന്താണ് ഡോഗ്ലാസ് ബാഗ്? ആ ഡോഗ്ലാസ് ബാഗ് ഉപയോഗിക്കുന്നുണ്ടാണ് അവർ ഡോഗ്ലാസ് ബാഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗാണ്. ഓക്കെ, റബ്ബർ കൊണ്ടാണ് ഇവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ആണെങ്കിൽ ആ സബ്ജക്റ്റിനോട് പറയും ഈ ബാഗിനകത്തേക്ക് എന്ത് ചെയ്യണം, ബ്രീത്ത് ചെയ്യണം എന്ന് പറയും. ഒരു 5 to 6 മിനിറ്റ് ആ ബാഗ് കൊടുത്തിട്ട് അതിനകത്തേക്ക് ബ്രീത്ത് ചെയ്യാൻ പറയും. എന്നിട്ട് അതിനകത്തുള്ള ആ എയർ ഉണ്ടല്ലോ അത് നമ്മൾ ഗ്യാസ് മീറ്റർ വെച്ച് മെഷർ ചെയ്യും. ഓക്കെ, ഗ്യാസ് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എത്രയാണ് നമ്മൾ മെഷർ ചെയ്യും. അതാണ് ഡോഗ്ലാസ് മെത്തേഡിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ എന്താ പറഞ്ഞാൽ മാക്സ് പ്ലാങ്ക് പറഞ്ഞു അല്ലേ, ഇയാൾ മാക്സ് പ്ലാങ്ക്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാക്സ് പ്ലാങ്കിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ എത്രത്തോളം വോളിയം ഓക്സിജനും അതുപോലെ തന്നെ എത്രത്തോളം വോളിയം കാർബൺ ഡൈ ഓക്സൈഡും നമ്മൾ എക്സ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് മെഷർ ചെയ്യുന്നുള്ളത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റബ്ബറിൻ്റെ ബാഗല്ല, അങ്ങനത്തെ ഒരു സാധനമുണ്ട്, പോർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് മെഷർ ചെയ്യുന്നു, അത് അവിടുന്ന് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നു. ഓക്കെ, ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് ഒരു 5 to 10 മിനിറ്റ്സിലേക്ക് നമ്മൾ അതിനകത്തേക്ക് ബ്രീത്ത് ചെയ്തിട്ട് അവിടുന്ന് അപ്പം തന്നെ ആ സാമ്പിൾ എടുക്കുന്നു, അപ്പം തന്നെ അവിടുന്ന് മെഷർ ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് വരുന്നുള്ളത്, നമ്മുടെ മാക്സ് പ്ലാങ്ക് റെസ്പിരോമീറ്ററിനകത്ത് വരുന്നുള്ളത്. പിന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? കൊഫ്രാനി മൈക്കലീസ് റെസ്പിരോമീറ്റർ കേട്ടോ. കൊഫ്രാനി മൈക്കലീസ് റെസ്പിരോമീറ്റർ. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഒരു ഡേയിനകത്ത് എത്രത്തോളം എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നോക്കാറുള്ളത് കേട്ടോ. പിന്നെ ഡോഗ്ലാസ് ബാഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെഷർമെൻറ്റിന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഷോർട്ട് ടേം മെഷർമെൻറ്റിന് മാത്രമേ ഈ ഡോഗ്ലാസ് മെത്തേഡ് നമുക്കിതിനകത്ത് പറ്റുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു 5-6 മിനിറ്റിലേക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഒരു 5-6 മിനിറ്റിലേക്കാണ് ഡോഗ്ലാസ് മെത്തേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ബാഗിൽ നിന്നുള്ള ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ എനിക്ക് തെറ്റി എവിടെയാണെന്ന് അറിയാമോ, ഇത് കൊഫ്രാനിയും രണ്ടും ഒന്നാണ് കേട്ടോ. കൊഫ്രാനിയും മൈക്കലീസും മാക്സ് പ്ലാങ്കും ഒരേ സാധനം തന്നെയാണ്. കൊഫ്രാനി മൈക്കലീസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നുള്ള പേര് വന്നിരിക്കുന്നത്. കൊഫ്രാനി എന്ന് പറയുന്ന ആളാണ് അതിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് അത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റ് കലോറിമെട്രി ഡയറക്റ്റ് കലോറിമെട്രി വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഏത് മെഷർ ചെയ്യാൻ പറ്റും, നമ്മുടെ ടോട്ടൽ എനർജി എക്സ്പെൻഡിച്ചർ ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് എനർജി മെറ്റബോളിസം ഡ്യൂറിങ്ങിനകത്ത് വർക്കിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പിക്ചർ കൂടി കിട്ടുവാണെങ്കിൽ ഗൂഗിളിലൊന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാത്തത്. ചെറിയൊരു എന്താ പറയണ്ടേ, ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു പണിയില്ലല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ പോരെ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അപ്പോൾ കിട്ടും. ഓക്കെ, ഇൻഡയറക്റ്റ് കലോറിമെട്രി എന്ന് പറയാം, ഡയറക്റ്റ് കലോറിമെട്രി എന്ന് പറയാം, അപ്പോൾ കിട്ടും ഇമേജസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എനർജി എക്സ്പെൻഡിച്ചർ ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അവിടെ RDA SDA അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് ഫോർമുലേഷൻ ആയിരിക്കും. അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. സോ താങ്ക് യു.